ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ BS6 മോഡലാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. ഈ സൈഡ് ഫുള്ളായിട്ട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ആ ഓയിൽ ലീക്ക് കാണിച്ചത് നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. ആ ഗിയർ ബോക്സിൻ്റെ ആ ബാരിങ്ങിൻ്റെ ഓയിൽ സീൽ പോയ കംപ്ലയിൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിന് ഭാഗം അയച്ചപ്പോൾ ഈ ഒരു ഓയിൽ സീലാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ സീൽ മാറ്റണം. ഓരോ ഓയിൽ സീൽ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഈ ബാരിങ്ങിന് ചെറിയൊരു ഷേക്ക് ഉണ്ട്. നമുക്ക് ഇതൊരു അയച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്സ് നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഓയിൽ സീലും ആ ബാരിങ്ങും മാറ്റണം. ഞാൻ അയച്ചപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കണ്ടത് ഈ ഒരു ഷാഫ്റ്റിന് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ബാരിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യോടെ നമുക്ക് ഈ ഒരു ബാരിങ് കൂടി മാറ്റി റീസെറ്റ് ആക്കാം. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഇതേപോലെ ഗിയർ ബോക്സ് അയച്ചിട്ട് കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കയ്യോടെ നമുക്ക് ആ ബാരിങ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളിയൊക്കെ ഉണ്ടാകും. ഇവിടെ അത്യാവശ്യം നല്ല ഈ ഹോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായി പോയിരിക്കുകയാണ്. അതുപോലെ കറക്റ്റ് സർവീസൊന്നും അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സർവീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ക്ലച്ച് പുള്ളിയൊക്കെ എല്ലാ സർവീസിനും അല്ലെങ്കിൽ ഒന്നോടൊട്ട സർവീസിനൊക്കെ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ടതാണ്. ഉണ്ടോ ഇതൊന്നും കറക്റ്റായിട്ടൊന്നും അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം കാരണമുകൊണ്ടാണ് ഈ ക്ലച്ച് പുള്ളിയൊക്കെ കംപ്ലയിൻറ്റ് വരാൻ കാരണം. അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് പുള്ളി ഈ ഒരു പുള്ളി രണ്ട് പുള്ളി കൂടി മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ ഈ കോളർ പ്ലീസ് വയർ അതൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ആണ്. വേരിയേറ്റർ ബോഡി ഉണ്ട്. അത് പ്ലേ വന്ന് ഓടിയിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിൻ്റെ അംശമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു വേരിയേറ്റർ ബോഡിയും അതുപോലെ തന്നെ ആ ബോക്സ് വയറും മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ആവാം. ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിലും മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.62 ആ ലെവലിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമുക്ക് എപ്പോഴും കണ്ടീഷനായിട്ട് ഇരിക്കേണ്ട ഒരു പാർട്സാണ്. എന്താ പറയുക BS6 മോഡലാകുകൊണ്ട് അതിൻ്റെ സെൻസറും പമ്പും എല്ലാം വരയ്ക്കലും ബാറ്ററിനെ അപേക്ഷിച്ചാണ്. അപ്പോൾ ബാറ്ററി എപ്പോഴും ഫുൾ ടൈം കണ്ടീഷനായിട്ട് ഇരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ സെൻസറൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാറ്ററി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല. നമുക്കത് തണുത്തോടെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ 2 കേബിൾ നമുക്ക് മാറണം. അല്ലേ, ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ്. 2 കേബിളും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളും മാറ്റണം. അതുപോലെ ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ക്യാമൊക്കെ അയച്ച് ബ്രേക്കൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയച്ചത്. അത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഇപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കണം. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടോ അത്യാവശ്യം ഉണ്ടോ. ഇവിടെയൊക്കെ ഉള്ളത് പൊട്ടിയിരിക്കുക. അതിൻ്റെ ക്ലിപ്പൊക്കെ ചാടി കിടന്നിരിക്കുകയാണ്. ഇവിടെ ഈ ബോഡി കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ബോഡി കവർ അയച്ചിട്ട് എന്തെങ്കിലും അധികം വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കുണ്ട്. അപ്പോൾ ഈ ഹെഡ് കവർ അയച്ച് അതിൻ്റെ ഗ്യാസ്കറ്റും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അങ്ങനെ വേറെ പറയത്തേക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. മെയിനായിട്ട് ആ ബാക്ക് ഭാഗമാണ്, ക്ലച്ചിൻ്റെ ഭാഗം, ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ് മെയിനായിട്ടുള്ള അതിൻ്റെ കംപ്ലയിൻറ്റ്സുകളുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ പറയാം. ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള ഒരു ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് നമുക്ക് അതിനെ ഉപയോഗിക്കാം. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുള്ള വർക്കിൻ്റെ അതുപോലെ ക്ലച്ച് പുള്ളി, വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, എഞ്ചിൻ ഓയിൽ, 2 ബ്രേക്കിൻ്റെ കേബിള്, ഇതെല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ബാറ്ററിയുടെ കേസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് പറയണം കേട്ടോ. ബാറ്ററി ആ എസ്റ്റിമേറ്റ് കൂട്ടുന്നില്ല. ബാറ്ററി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പറയണം. ഓക്കെ.